മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ എങ്ങനെയായിരുന്നു, ഒരു ഒറിജിനൽ ചട്ടമ്പി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയായിരുന്നു അതിലൊരു, ഇപ്പോൾ സിദ്ദിഖ പറഞ്ഞു ഇതിൽ അപ്പിയറൻസ് കൊണ്ടാണ് ഒരു വ്യത്യാസം വരുത്താൻ പറ്റിയതെന്ന്. സലീമേട്ടൻ എങ്ങനെയാണ് അതിൽ ഒരു, ഞാനങ്ങനെ കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അങ്ങോട്ട് മാറിയിരിക്കും. പിന്നെ യോഗ, കരാട്ടെ, കളരി, എല്ലാ കായിക അഭ്യാസങ്ങളും കഴിഞ്ഞിട്ട് ഈ കഥാപാത്രമായിട്ട് വരുള്ളൂ. ഞാൻ രാവിലെ ഷൂട്ടിങ്ങിന് ഇറങ്ങുന്നതിന് മുമ്പ് സലീമിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി വരാൻ പറ്റും. കുറച്ച് റൂമിങ്ങനെ സൗണ്ട് കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതപ്പോ അത് ചട്ടമ്പി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ വരുമ്പോഴേക്കും പാക്കപ്പ് ആയി ഉണ്ടാവും. അങ്ങനെയാണ് ഒരു കഥാപാത്രം ഞാനാവുന്നു. മറ്റു പലരും എങ്ങനെയാന്ന് പറയുമ്പോൾ മേക്കപ്പ് കൊണ്ട് ഞാൻ മാനസികമായിട്ട് അങ്ങോട്ട് മാറിയാണ്. അതിന്റെ ചെറിയൊരു എക്സ്പ്രഷൻ ഒന്ന് കാണിക്കാവോ? ഒന്ന് ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രേക്ഷകർക്ക് വേണ്ടി. അല്ല, പ്രേക്ഷകർക്ക് വേണ്ടി ഒരു എക്സ്പ്രഷൻ അങ്ങനെ ഇല്ല. അല്ല, എല്ലാ പ്രേക്ഷകർക്കും എന്തെങ്കിലും ഏത് വികാരമാണെന്ന് അത് ഇപ്പൊ കാണിക്കാൻ പറ്റില്ല. കാരണം ഈ ക്യാരക്ടർ കൈവിട്ടു എന്റെ. പിന്നെ ഇപ്പോ അതെ, അല്ല നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ചിരുന്നപ്പോൾ സലീം പറഞ്ഞല്ലോ, എനിക്കങ്ങനെ ഗെറ്റപ്പ് ഒന്നും ആവശ്യമില്ല, എനിക്ക് അധികം ഡയലോഗ് പോലും ആവശ്യമില്ല, എന്തെല്ലാം വികാരങ്ങൾ നമ്മൾ എക്സ്പ്രഷനിൽ വരുത്തുന്നു. ഞാൻ കാണിച്ചല്ലോ ഈ ഡയലോഗ് മുഴുവൻ നിങ്ങൾ ഇനി പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ എക്സ്പ്രഷനിൽ വരുത്താൻ പറ്റുമോ? ആളുകളൊന്നും കണ്ടോട്ടെ. അല്ല, ഇതിപ്പോ അതിന് വേണ്ടിയിട്ടുള്ള അതിന് ഒരു മണിക്കൂറിലും വേണ്ടി വരും. അതിന് വേണ്ടി മാത്രം ഞാനിവിടെ കാണിച്ചു കൊടുത്തു. മനോജ് ചേട്ടൻ പറഞ്ഞു, മനോജ് ചേട്ടൻ ഇപ്പൊ അടുത്ത പടത്തിന് വേണ്ടി താടി വളർത്തുകയാണെന്ന് പറഞ്ഞു. അപ്പൊ മനോജ് ചേട്ടനെ ഉപദേശിച്ചു. കാരണം പ്രായത്തിലൊക്കെ എന്നെ വളരെ ഇളയതും എല്ലാതും കൊണ്ട് ഇളയതും എന്നെ ഞാൻ ഉപദേശിച്ചു. ചേട്ടാ, ഈ താടി ഇപ്പോ ഇല്ലെങ്കിലും താടി ഉള്ളതുപോലെ അഭിനയിക്കുക, അതായിരിക്കണം എന്ന് പറഞ്ഞു. അത് ഞാൻ കാണിച്ചു കൊടുത്തു. ഇനി കാണിച്ചു തരില്ലേ? ഒരു പ്രാവശ്യം കാണിച്ചു തന്നു. താടിയും മുടിയും ഇല്ലാത്ത ഒരാളായിട്ട് താടിയും മുടിയും എങ്ങനെ അഭിനയിച്ചു താടിയും മുടിയും അടുത്താൻ പറ്റുന്നത് വളരെ കൃത്യമായിരുന്നു. ചില ഭാഗങ്ങളിൽ ചില നരയുണ്ടായിപ്പോയി, അത് മാത്രം ഒരു അങ്ങനെയൊന്ന് കാണാൻ വേണമെങ്കിൽ. ഇല്ല, കാരണം അത് ഞാൻ അങ്ങനെ എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കാൻ. അയ്യോ, ഇത് വേറൊരർത്ഥമൊന്നുമില്ല ഇനി. എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോ ഒരർത്ഥമില്ല. നല്ല അർത്ഥം ഞാൻ ഉദ്ദേശിച്ചല്ല. ഞങ്ങളൊക്കെ മര്യാദക്കാരാ. നല്ല ഉദ്ദേശത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതെ, അല്ല, ആ ഒരു ഹാഹു പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്ന് കാണിച്ചു തരാമോ എങ്ങനെയാണെന്നുള്ളത്? ഇല്ലില്ല, അത് ഇപ്പൊ പറ്റില്ല. കാരണം ഒന്നാമത്തെ ഊണ് കഴിച്ചിട്ടില്ല. കാരണം ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ACTOR 5 അക്ഷരം കൂടുന്നാണല്ലോ ഒരു ആക്ടർ എന്ന് വൈറ്റമിൻസ് വേണം. അപ്പൊ ഒരു ആക്ടറിന് ആദ്യം വേണ്ട എ എന്താണ്? അക്കോമഡേഷൻ. C ചെക്ക്. T ട്രാവലിംഗ് എക്സ്പെൻസ്. O എന്തൂടണം? ഊണ്. മലയാളം തന്നെ ഊണ്. 6 അതില്ലാണ്ട് നമ്മള് 5 സംഭവങ്ങൾ ഒത്തു വന്ന. പക്ഷെ ഇപ്പൊ സമയം വൈകി ഊണ് കഴിക്കാനുള്ള ഇതിന്റെ പേരില്ല തൃഷ്ണ. എല്ലാവർക്കും അറിയാമല്ലോ. കലാമണ്ഡലത്തിൽ 8 വർഷം കഥകളി കഴിഞ്ഞ് വന്ന ആണെന്ന് എല്ലാവർക്കും അറിയാം. അരങ്ങേറ്റം ഇതിനെ നടന്നിട്ടില്ല. അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. ഇല്ല, ഫുൾ കയറ്റം വരുന്നുണ്ട്.